ഏവർക്കും നമസ്തേ. കൽക്കി സേക്രഡ് വിഷനിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഡോക്ടർ ടി ടി വർഗീസ്, കൽക്കി. ആൻഡ് ദിസ് ഇസ് മൈ മദർ ശ്രീമതി ത്രേസ്യാമ്മ ജോസഫ്, റിട്ടയർഡ് ടീച്ചർ. ഏകദേശം 30 വർഷത്തോളം അധ്യാപന രംഗത്ത് സേവനം അനുഷ്ഠിച്ചതിന് ശേഷമാണ് മമ്മി റിട്ടയർഡ് ആയത്. ഞാനും കുറച്ച് സിക്കാണ്, പനിയൊക്കെ ഒന്ന് റിക്കവറായി വരുന്നതേ ഉള്ളൂ. മമ്മിയും കുറച്ച് സിക്കാണ്. ഇന്നിപ്പോൾ ഒക്ടോബർ 10, 2025 വെള്ളിയാഴ്ചയാണ്. ഞങ്ങളിത് വളരെ പെട്ടെന്ന് എടുക്കുന്ന ഒരു വീഡിയോ ആണ്. ഒരു ഇങ്ങനൊരു വീഡിയോ ഒക്കെ മമ്മിയായിട്ടിരുന്ന് എടുക്കാൻ പറ്റുമോ എന്ന സംശയമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എടുക്കുന്ന ഒരു ഷോർട്ട് വീഡിയോ ആണ്. മമ്മീനെ പറ്റി, മമ്മിയുടെ ലൈഫിനെ പറ്റിയൊക്കെ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇൻ്റർവ്യൂ എടുക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു, യൂറോപ്പിലായിരുന്ന സമയത്ത് തന്നെ. അപ്പോൾ പക്ഷെ അത് സാധിച്ചില്ല. അപ്പം ഇപ്പോഴാണ് സാധിക്കുന്നത്. ഓരോന്നിനും ഓരോ സമയമുണ്ടെന്ന് പറയുന്ന പോലെ അല്ലേ മീ? മുടിയൊക്കെ നരച്ചു. മമ്മീനെ നരയ്ക്കുന്നതിനേക്കാൾ കൂടുതൽ ഫാസ്റ്റായിട്ട് എൻ്റെ മുടി നരയ്ക്കുന്നുണ്ട്. മമ്മിക്കിപ്പോൾ 63 വയസ്സ്. സംസാരിക്കാൻ കുറച്ച് ഡിഫിക്കൽറ്റി ഉണ്ട്, കാരണം ചെറിയ പ്രായം മുതൽ ഒരുപാട് മെഡിസിൻസൊക്കെ മമ്മി കഴിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് സംസാരത്തിനൊക്കെ കുറച്ച് ഡിഫിക്കൽറ്റി ഉണ്ട്. എന്നിരുന്നാൽ തന്നെയും ഞാൻ ചോദിക്കുന്ന കാര്യങ്ങളൊക്കെ മമ്മിക്ക് മനസ്സിലാക്കാൻ പറ്റും. അതിന് മമ്മി എന്താണോ മറുപടി നൽകാൻ സാധിക്കുക അത് ദയവായിട്ട് നൽകുക. ആദ്യമായിട്ട് തന്നെ ഞാൻ മമ്മിയോട് നന്ദി പറയുകയാണ്, എന്നെ വളർത്തി വലുതാക്കി പഠിപ്പിച്ച് ഇത്രയൊക്കെ ചെയ്തു തന്നതിന്. താങ്ക് യു, ഒരുപാട് നന്ദി. ചേച്ചി വളരെ മിടുക്കിയായിരുന്നു. അവൾ 3-ാം ക്ലാസ് തൊട്ട് ഹോസ്പിറ്റലിൽ കിടന്നുണ്ട്. പഠനം തുടർന്നുകൊണ്ടിരിക്കുന്നു. 3-ാം ക്ലാസ് മുതൽ ഞാൻ ആശുപത്രിയില്ല. 3-ാം ക്ലാസ്സിൽ ആശുപത്രി കിടന്നപ്പോൾ ഇവൾ പഠിക്കുക, പുസ്തകം എടുത്ത്. ആണോ? 3-ാം ക്ലാസ്സിൽ ആശുപത്രി കിടക്കുമ്പോൾ പുസ്തകം എടുത്ത് പഠിക്കുമായിരുന്നു? പുസ്തകം എടുത്ത് പഠിക്കുമായിരുന്നു. എത്ര ബെറ്ററായിരുന്നു എൻ്റെ കുഞ്ഞ്. ജിറ്റിയേക്കാളും നല്ലപോലെ പഠിക്കും. അവളെ ഞാൻ താഴ്ത്തി കെട്ടുമല്ല, പക്ഷെ അവൾക്ക് എന്തോ ഒരു അവളല്ല അല്ലെ ഞാൻ പറഞ്ഞ 3-ാം ക്ലാസ്സിൽ ഹോസ്പിറ്റലിൽ കിടന്ന കേസ്, മറ്റേ പപ്പ വയറ്റില് തൊഴിച്ചിട്ട് മരീൻ സെന്റർ ആശുപത്രിയിൽ മരിക്കാറായി കിടന്ന കേസിനെ പറ്റിയില്ല മമ്മി പറയുന്നത്. ഞാൻ അത് ബുക്കിൽ കൊടുത്തിട്ടുണ്ടോ? മമ്മി കരയണ്ട. ഇതൊക്കെ ഞാൻ ഓൾറെഡി ബുക്കിൽ കൊടുത്തിട്ടുള്ള കാര്യങ്ങളാ മമ്മി. മമ്മി അത് ഇതുവരെ വായിച്ചില്ല. വായിക്കണ്ടോ മമ്മി? വായിച്ച ചിലപ്പോ കരഞ്ഞു. അപ്പൊ അത് വായിച്ചതാ, കുറച്ചൊക്കെ വായിച്ച്. അതെയോ? ഓ, അപ്പോൾ ആ ചെണ്ടയൊക്കെ ഞാൻ വാങ്ങിച്ചായിരുന്നു. എനിക്ക് എൻ്റെ ഒരു മീഡിയ ഫ്രണ്ട്, ഞങ്ങൾ മലയാറ്റൂർ പള്ളി പോയപ്പോഴത്തേക്കും പുള്ളി ഇത് വാങ്ങിച്ചു തന്നു. ഭയങ്കര നൊസ്റ്റാൾജിക് മെമ്മറിയൊക്കെ ആയിരുന്നു. മരീൻ സെൻറ്ററിലല്ലേ കിടന്നത് മമ്മി? ഷാനി ഡോക്ടർ പുള്ളിയാണ് അന്ന് രക്ഷപ്പെടുത്തി എടുത്തത്. മമ്മി പ്രാർത്ഥിച്ചൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് മമ്മിയോട് ചോദിക്കാനുള്ള എന്താണെന്നറിയാവോ? ശരിക്കും മമ്മിയൊക്കെ 5 പെൺകുട്ടികളായിരുന്നു. വളരെ ഷോർട്ടായിട്ട് ഞാൻ പറയാം. മമ്മിയുടെ ഏറ്റവും ഇളയ, മമ്മി ഇത് പബ്ലിക്കലി പോകുന്ന വീഡിയോ ഉണ്ട്, ആൻറ്റിമാരുടെ പേര് പറയണ്ട കേട്ടോ. അമ്മയുടെ ഏറ്റവും ഇളയ അനിയത്തിക്ക് 3 മാസം പ്രായമോ? എത്ര മാസമായിരുന്നു അന്ന് ആൻറ്റിക്ക്? ഏറ്റവും ഇളയ മമ്മിയുടെ അമ്മ മരിക്കുന്ന സമയത്ത് 40 ദിവസം. അയ്യോ, അത്ര ഉള്ളായിരുന്നു? 40 ദിവസം. അതിനുശേഷം അതൊരു കൊലപാതകമായിരുന്നു. മമ്മിയുടെ അപ്പനായിരുന്നു അങ്ങനെ ഒരു സിറ്റുവേഷനിലേക്കൊക്കെ നയിച്ചത്. അത് യഥാർത്ഥത്തിലൊരു സംശയത്തിൻ്റെയൊക്കെ ഭാഗമായിട്ടോ അങ്ങനെ എന്തോ ഒരു കേസല്ലായിരുന്നു മമ്മി? മമ്മി അതിനെപ്പറ്റി കൂടുതൽ ചിന്തിക്കണ്ട. മമ്മിയായിട്ട് ഇനി എൻ്റെ ഒരു ഇൻ്റർവ്യൂ ഇങ്ങനെ എടുക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല. മമ്മിയെപ്പോലെയൊക്കെയുള്ള ധീര വനിതകളെ പറ്റി നമ്മൾ സംസാരിക്കുന്നില്ല എങ്കിൽ പിന്നെ ആരെ പറ്റി സംസാരിക്കാനേ? അപ്പോൾ അതുകൊണ്ട് ഒരു അധ്യാപികയായിട്ട് റിട്ടയർ ചെയ്തതിൻ്റെ എക്സ്പീരിയൻസും അതോടൊപ്പം തന്നെ അനാഥത്വത്തിൻ്റെ ആ ഒരു കൈപ്പേറിയ അവസ്ഥയിൽ നിന്ന് പഠിച്ച് ഉന്നതങ്ങളിലെത്തി അധ്യാപികയായി അറിയപ്പെടുന്ന ഒരു മകളുടെ അമ്മയായി പപ്പായ്ക്ക് അതിലൊരുപാട് വലിയ പങ്കുണ്ട്. ഇനി ഞാനിപ്പോൾ കൽക്കി ആയി മാറിയപ്പോൾ മമ്മിക്ക് എന്താണ് എനിക്ക് തരാനുള്ള ഉപദേശം? രാഷ്ട്രീയത്തിൽ ഇറങ്ങാൻ പോകാമെന്ന് മമ്മി അറിഞ്ഞില്ലേ? രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്നതിന് എനിക്ക് ഒരു മടിയില്ല. ഇറങ്ങി കഴിവ് പോലെ നമ്മുടെ കഴിവ് പ്രകടിപ്പിക്കാനുള്ള വേദിയ ജനങ്ങളെ രക്ഷപ്പെടുത്താനാ. ആയിക്കോട്ടെ.
മമ്മി പ്രാർത്ഥിക്കണം, മമ്മിയുടെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാവണം. പിന്നല്ലേ ചെയ്തു തന്ന എല്ലാത്തിനും പ്രാർത്ഥന നിന്നോട് എപ്പോഴും ഉണ്ട്. ഈ മമ്മിയുടെ അമ്മയൊക്കെ മമ്മീനെ പോലെ ഭയങ്കര സുന്ദരിയായിരുന്നു. മമ്മിയുടെ സഹോദരിമാരൊക്കെ സുന്ദരിയായിരുന്നു. കണ്ടിട്ടില്ല എൻ്റെ അമ്മയെ. ഞാൻ കണ്ടിട്ടുണ്ട്. ഭയങ്കര സുന്ദരിയാണ് ത്രേസ്യാമ്മ. അത് തന്നെയല്ലേ എനിക്കും. പിന്നെ ഒരു അവള് പറ്റിയെന്ന് പറഞ്ഞാൽ നമ്മള് വോളണ്ടറി എടുക്കണ്ടാവും. അല്ല, അത് സാരമില്ല, അതൊക്കെ ജീവിതത്തിന്റെ ഭാഗമാണ് മമ്മി. അതെനിക്ക് വലിയൊരു സങ്കടം. അതൊന്നും ഒരു വിഷയമുള്ള കാര്യമില്ല. മമ്മി അത് വോളണ്ടറി എടുത്തത് കൊണ്ട് മമ്മിക്ക് ഒരുപാട് കാര്യങ്ങൾ പിന്നെയും ചെയ്യാനൊക്കെ പറ്റിയ ഈ അലച്ചിലൊക്കെ ഒന്ന് കുറയ്ക്കാനായിട്ട് സാധിച്ചില്ലേ. മമ്മി, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. മമ്മി ഓർഫനേജിൽ നിന്ന് വളർന്ന സമയത്തെ ശരിക്കും ഒരു ഡിപ്രഷൻ എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ഹിറ്റായത് മമ്മിക്കായിരുന്നു. കാര്യം ഒരു 5 പെൺകുട്ടികളായിരുന്നു. വളരെ ചെറിയ പ്രായത്തിൽ തന്നെ പിതാവിനാൽ മാതാവ് കൊല്ലപ്പെടേണ്ട ഒരു സാഹചര്യം ഉണ്ടായി എന്ന് വെച്ചാൽ എൻ്റെ ഗ്രാൻഡ് മദർ. അതിനുശേഷം ആരൊക്കെയോ ചേർന്ന് ഇവരെല്ലാം ഓർഫനേജിലാക്കി. ഓർഫനേജിൽ നിന്നാണ് എല്ലാവരും വളർന്നത്, പഠിച്ചതൊക്കെ. ഈയിടെ മരിച്ച. അപ്പോൾ മല്ലപ്പള്ളിയിലുള്ള പിതാവിൻ്റെ അനുഗ്രഹം ഉള്ളതുകൊണ്ട് ഭൗതികപിതാവ് പറഞ്ഞ് ആരെയും എങ്ങും ആകത്തില്ല, എല്ലാവരും ഭൗതികപിതാവൊക്കെ മരിച്ചില്ലേ മമ്മി? ഭൗതികപിതാവും അച്ഛനും ഒക്കെ ഈയിടെ മരിച്ചില്ലേ, കാണാൻ പോകാൻ പറ്റിയില്ല. സാരമില്ല, നമ്മൾ പ്രാർത്ഥിച്ചാൽ മതിയല്ലോ. അപ്പം ശരിക്കും അനാഥാലയത്തിൽ വളർന്നു എന്നുള്ളതിൻ്റെ ഒരു വലിയ അനാഥത്വ ഒരു ഫീലിങ് യഥാർത്ഥത്തിൽ ഞങ്ങളൊക്കെ ഉണ്ടായി കഴിഞ്ഞതിന് ശേഷം മമ്മിക്കും മമ്മിയുടെ സഹോദരങ്ങൾക്കും ഒക്കെ മാറിയെന്ന് തോന്നുന്നല്ലേ? മാറിയെന്ന് തോന്നുന്നു. എനിക്ക് മാറിയിട്ടല്ലേ. ഞാൻ പണങ്ങുകയും മഴക്കൊടിക്കുകയും കഴിച്ചപ്പോൾ അവിടെ പോയിരിക്കും. എവിടെയാ? നെടുങ്ങാടപ്പള്ളി പോയിരിക്കും. ആണോ? എൻ്റെ ഒപ്പം വഴക്കുണ്ടാകും. പപ്പ വഴക്കുണ്ടാക്കുന്ന സമയത്ത് യഥാർത്ഥത്തിൽ പപ്പായും മമ്മിയും പ്രേമിച്ച് കല്യാണം കഴിച്ച ആളുകളായിരുന്നോ? ഏതൊരു കല്യാണത്തിന് വെച്ച് കണ്ട് പരിചയപ്പെട്ട് അങ്ങനെ കല്യാണം? എൻ്റെ നേരിട്ട് വന്ന് നമ്മൾ വീട്ടിൽ നിന്ന് കണ്ടത്. ആണോ? നാരങ്ങ വെള്ളം കൊടുത്തു. നാരങ്ങ വെള്ളം കൊടുത്ത്. യഥാർത്ഥത്തിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പപ്പായ ഒരു പാവൊക്കെയാണ്. പക്ഷെ പുള്ളിയുടെ മദ്യപാനം കാരണമാണ് പുള്ളി അങ്ങനെ ആയിപ്പോയത് അല്ലേ? ശരിക്കും നമ്മൾ ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്. ബൈബിളിൽ മാത്രമല്ല, ഒട്ടുമിക്ക എല്ലാ എന്താ പറയുക, ഗ്രന്ഥങ്ങളിലും പറയുന്നുണ്ട് മദ്യപാനിയുടെ കുടുംബം ഒരിക്കലും രക്ഷപ്പെടില്ല എന്ന്. അപ്പോൾ ഇത് കേൾക്കുന്ന ആളുകൾ മനസ്സിലാക്കുക. എന്തുകൊണ്ടാണ് ഞാൻ എപ്പോഴും നിങ്ങളോട് പറയാറുള്ളത്, ദയവ് ഇത് മദ്യപാനി അത് ഒഴിവാക്കണോ എന്നുള്ളത്. ഒരു ലിമിറ്റ് കൂടുതലായി കഴിയുമ്പോഴത്തേക്കും പിന്നെ നിങ്ങളെ കൺട്രോൾ ചെയ്യുന്നത് നിങ്ങളല്ല, പൈശാചിക ശക്തികളാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഇത്തരത്തിൽ ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഉണ്ടാകും. മമ്മീനെയൊക്കെ സംബന്ധിച്ച് മമ്മിയുടെ അമ്മേനെ ആ ചെറിയ പ്രായത്തിൽ ഇത്രയും ദാരുണമായിട്ട് കൊല ചെയ്യപ്പെട്ടതിൻ്റെ ആ ഒരു അവസ്ഥ, അത് അവർക്ക് കൊടുത്ത ഒരു ഷോക്ക്. അതിനുശേഷം അനാഥാലയത്തിൽ വളർന്നത്, അനാഥാലയത്തിലെ ജീവിതം. എത്ര വർഷത്തോളം ഏകദേശം ഉണ്ടായിരുന്നു മമ്മി അനാഥാലയത്തിൽ? 22 വർഷം. മമ്മിയോ? ഞാൻ 22, മറിയമ്മ 21. പേര് പറയണ്ട മമ്മി, വീഡിയോ പബ്ലിക്കിൽ പോകുന്നു. അപ്പോൾ എങ്ങനെയായാലും 20 വർഷത്തിൽ കൂടുതലോളോ അല്ലേ മമ്മി? പിന്നെ അപ്പം ആ 20 വർഷവും അവിടെ അമ്മമാരും അച്ഛന്മാരും ഒക്കെയാണോ നോക്കിയതും വളർത്തിയതും പഠിപ്പിച്ചതും ഒക്കെ? മമ്മി മിടുക്കിയായതുകൊണ്ടല്ലേ മമ്മിയുടെ അനിയത്തിമാരും ചേച്ചിമാരും ഒക്കെ, ചേച്ചി ആൻറ്റിയൊക്കെ മിടുക്കിയായതുകൊണ്ടല്ലേ അവരൊക്കെ പഠിച്ചതും നല്ല ജോലി നിലയിലെത്തിയതും ഒക്കെ. മമ്മി അധ്യാപികയായി, ബാക്കിയുള്ള 2 പേര് നേഴ്സുമാരായി. അപ്പൊ അതുകൊണ്ട് നമ്മളെപ്പോഴും ചേച്ചി നഴ്സല്ലേ, നേഴ്സ് മാമൂടുകാരെ പഠിപ്പിച്ചു. അപ്പൊ നിങ്ങൾ പലരും പല അനാഥാലയത്തിലായിരുന്നു? വലിയാൻറ്റി ഒരു അനാഥാലയത്തിലും ബാക്കി നിങ്ങളെല്ലാരും വലിയാൻ്റെ മാമൂടെ മാമൂടെ നിന്നോണ്ട് ബെല്ലടിക്കാൻ ചെല്ലുന്ന ഒരു പറയായിരുന്നു മണിയാൻ്റിക്ക്. അങ്ങനെ അവിടെ നിന്ന് അവരെ അങ്കമാലി ആശുപത്രി വിട്ടു പഠിപ്പിക്കാൻ. ആണോ? ലിറ്റിൽ ഫ്ലവർ, ഇത് കണ്ണിൻ്റെ ആശുപത്രി. ഇവിടെ നിന്നാണ് അവളെ പഠിപ്പിച്ചത്. പിന്നെ എന്നെ TTS പഠിച്ച് മാകാൻ്റണി വലിയ പിതാവ്.
എന്നെ മേരിക്കുട്ടി ഓർക്കുന്നുണ്ടോ? അവളടി എൻ്റെ ഇവിടെ അന്ന് പഠിച്ച അവിടെ. ഓർമ്മയില്ല. ഓക്കെ, ഞാൻ മമ്മിയോട് ചോദിച്ചിട്ടുണ്ടെന്നറിയാവോ, അപ്പൊ 10-20 വർഷത്തോളം കൂടുതൽ അനാഥാലയത്തിൽ നിൽക്കേണ്ടതായിട്ട് വന്നു അല്ലേ? അപ്പൊ ആ സമയത്തൊക്കെ അവിടുന്ന് ലഭിച്ച അല്ലെങ്കിൽ അവിടുന്ന് നമ്മളെ സ്നേഹിച്ച അച്ഛന്മാരും സിസ്റ്റേഴ്സും ഒക്കെ ഉണ്ട്. അവരെയൊക്കെ ഞാനും മമ്മിയും കൂടെ ഇടയ്ക്ക് അവരെയൊക്കെ കാണാൻ പോകാറുണ്ടായിരുന്നല്ലോ. നമ്മൾ അരിയൊക്കെ വാങ്ങിച്ചു കൊണ്ട് കൊടുക്കാറുണ്ടായിരുന്നല്ലോ, ഓർക്കുന്നില്ലേ? അവിടെ ആടൊക്കെ ഇല്ലായിരുന്നു മമ്മി? അതൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട്. ആട്, പശുവ്, മുയലുണ്ടായിരുന്നു. മുയലിന് തീറ്റ കൊടുക്കുന്നൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ അവിടെ ഇരുന്ന് ചോറും മറ്റേ കഞ്ഞിയും ഇതൊക്കെ കഴിക്കുന്നത് ഓർക്കുന്നുണ്ട്. ഇവിടെ ഞാൻ പോയിടയ്ക്ക്. ആ, പക്ഷെ അന്നത്തെ അമ്മമാരും ഇല്ലെന്ന് തോന്നുന്നു. അവര് ചിക്കൻ കറി കുട്ടി വെച്ചപ്പോ കൊണ്ടുവന്ന് ഞാൻ പറയാതെ അമ്മയുടെ കൂടെ ഇരുന്ന് ഞാൻ കഞ്ഞി പിടിച്ചോട്ട് എന്നിട്ട് കുടിച്ചു. എന്നിട്ട് പറയുവാണ് കൊതിയൊന്നും ഉണ്ടായിട്ടില്ല. പറയാണ് അമ്മ കഴിച്ച് കഴിഞ്ഞ് ഇന്ന് ആ ചിക്കൻ്റെ കാലടിക്ക് വേണം. ദൈവമേ, എല്ലാവർക്കും കാര്യം മേടിച്ചുകൊണ്ട് കൊടുത്തു. ഞാൻ പറയട്ടെ, അപ്പോൾ അങ്ങനെയൊക്കെ പഠിച്ചിട്ട് പിന്നെ മമ്മി ടീച്ചറായി അല്ലേ? ടീച്ചറായി പല സ്ഥലങ്ങളും അധ്യാപികയായിട്ട് സേവനം അനുഷ്ഠിച്ചല്ലേ? ആദ്യത്തെ പോസ്റ്റിംഗ് എവിടെ ആയിരുന്നു? ഡാൽമുഖം. അതെവിടെയാ അമ്മേ? നെയ്യാറ്റിൻകര ഡാൽമുഖം. ആഹാ, നെയ്യാറ്റിൻകര താലൂക്ക്. എന്നാ പിന്നെ ഞാൻ നെയ്യാറ്റിൻകരയില് സ്ഥാനാർത്ഥിയായിട്ട് നിന്നാലോ? MLA സ്ഥാനാർത്ഥിയായിട്ട് നെയ്യാറ്റിൻകരയിൽ നിന്നാലോ? നെയ്യാറ്റിൻകര താലൂക്കിലെ ജയമാത UP സ്കൂളിലാണ് പഠിപ്പിച്ചത്. ആദ്യത്തെ പോസ്റ്റിങ് ആദ്യത്തെ ഏത് വർഷം ഓർക്കുന്നുണ്ടോ? 2011. വർഷം ഏതാ? 2011. അത് കറക്റ്റ് ഓർക്കുന്നില്ല, വർഷം ഓർക്കുന്നില്ല. ഓക്കെ, അപ്പൊ ആദ്യത്തെ പോസ്റ്റിങ് അവിടെ ആയിരുന്നു. പപ്പായനെ ഇങ്ങനെ കണ്ട് ഒഫീഷ്യലി വന്ന് കല്യാണം ആലോചിച്ച് കല്യാണം കഴിച്ചതാണ്. ആഹാ. മമ്മിക്ക് അപ്പൊ ഈ ഡിപ്രഷന്റെ ഒരു കേസും കാര്യങ്ങളും ഒക്കെ മരുന്ന് കഴിക്കുന്നുണ്ട് എന്നൊക്കെ ഉള്ളത് പപ്പയുടെ വീട്ടുകാർക്കൊക്കെ അറിയാമായിരുന്നു ആ സമയത്ത്? കള്ളുകൂടി ഉണ്ടായിരുന്നല്ലോ. സാരമില്ല, ഒക്കെ കഴിഞ്ഞില്ലേ. പപ്പായ്ക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുക. പിന്നെ ഈ പറയുന്നത് പോലെ ഞാൻ വേണ്ടാന്നുണ്ടായതെന്ന് അമ്മ എപ്പോഴും പറയുമല്ലോ. പല്ല് വരെ ഉണ്ടായിരുന്നു ഇവിടെ. ഞാൻ ജനിച്ചപ്പോ എനിക്ക് പല്ലുണ്ടായിരുന്നു. 2-3 ദിവസം കഴിയും പല്ല്. 2 ദിവസം കഴിഞ്ഞിട്ട് എനിക്ക് പല്ലുണ്ടായിരുന്നു. എത്ര പല്ലുണ്ടായിരുന്നു? എത്ര പല്ലുണ്ടായിരുന്നു? 3 പല്ല്. 3 പല്ലോ? ആ, കൊള്ളാലോ. ഞാൻ ജനിച്ച് 2 ദിവസം കഴിയുമ്പോ 3 പല്ലുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ആ പല്ലൊക്കെ പോയോ? പോയിട്ട് ആ ചെറുപ്പത്തിലെ കേസാണ് ചോദിച്ചത്. അപ്പൊ അതൊക്കെ പോയി. ഞാൻ പറഞ്ഞു ഇപ്പോഴത്തെ കേസ്. ഞാൻ ഈ ചോക്ലേറ്റ് കഴിച്ചിട്ട് പല്ലു പോയതിന്റെ, അല്ല വേറൊന്നുമില്ല. അത് കുഴപ്പമില്ല. അതെ അതെ. മമ്മി ഇത് പറ, അപ്പോ ഓർഫനേജിൽ നിന്ന് വളർന്ന് പഠിച്ച് അധ്യാപികയായി നെയ്യാറ്റിൻകരയിലായിരുന്നു ആദ്യത്തെ പോസ്റ്റിങ്. അത് കഴിഞ്ഞിട്ട് പിന്നെ എവിടെ ആയിരുന്നു ഓർക്കുന്നുണ്ടോ? അത് കഴിഞ്ഞ് പായിപ്പാടാന്ന് തോന്നുന്നു. ആ, പിന്നെ കിഴക്കോട്ട് പോയി. എവിടെയാ? നെടുമാവോ? ആ, പിന്നെ അവിടുന്ന് ചമ്പക്കുളം. ആ, എൻ്റെ അപ്പൻ്റെ നാട്ടിലെ. ഓക്കെ, പിന്നെ അപ്പൻ്റെ നാട്. പിന്നെ ചമ്പക്കുളം, മിത്രക്കരി, മാമ്പുഴക്കരി. മിത്രക്കരി എന്നാണ് പാകപ്പള്ളിക്കിട്ട്. അവിടെ കിടന്നോളാൻ താമസിച്ചിട്ട് പറഞ്ഞ് അവിടെ കിടത്തത്തില്ല മനുഷ്യരെ. അങ്ങനെ ജോലി അവിടെ വെച്ച് കട്ട് ചെയ്തു. അതെ അല്ലേ? യഥാർത്ഥത്തിൽ ഇത് നമ്മുടെ സമൂഹം ശരിക്കും പറഞ്ഞാൽ റിയലൈസ് ചെയ്യേണ്ട ഒരു കേസാണ്. ഞാൻ പറയാം മമ്മി അധികം സംസാരിക്കണേ. ഞാൻ പറയാം. അതായത് ഇപ്പോൾ ഒരുപാട് ആളുകൾ പല തരത്തിലെ മാനസികമായിട്ടും സാമ്പത്തികമായിട്ടും ഒക്കെയുള്ള പ്രയാസങ്ങൾ അനുഭവിച്ച് കഷ്ടപ്പെട്ട് പഠിച്ച് വരുന്ന ഒരു സാഹചര്യമാണ് നമ്മുടെ സമൂഹത്തിൽ. എല്ലാം കിട്ടി എല്ലാം തികഞ്ഞു വരുന്ന ആരും തന്നെ ഇല്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ആർക്കും സമൂഹത്തിനോട് യാതൊരു കടപ്പാടോ കാര്യങ്ങളോ ഒന്നുമില്ല. പക്ഷേ ഇപ്പോൾ എനിക്ക് മമ്മിയോടൊക്കെ ഉള്ളൊരു വലിയൊരു, മമ്മി മാത്രമല്ല മമ്മിയുടെ സഹോദരങ്ങളോടും മമ്മീനെ പഠിപ്പിച്ചവരോടും ഒക്കെയുള്ള ഏറ്റവും വലിയൊരു നന്ദി എന്ന് പറയുന്നത്, ഇത്ര അവസ്ഥകളിലൂടെയൊക്കെ കടന്നു പോയിട്ടും മമ്മിയുടെ അപ്പൻ ജയിലിലും ഒക്കെ ആയിരുന്നു.